നമസ്കാരം, മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽ ഉൾപ്പെടുന്ന തൂമ്പിൽ കോളനി ഭാഗത്ത് കുടിവെള്ള പ്രശ്നം രൂക്ഷം. 24ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. വെള്ളം കിട്ടാതായിട്ട് 142 ദിനങ്ങൾ പിന്നിടുന്നു. പ്രതിഷേധവുമായി നാട്ടുകാർ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽ കുടിവെള്ള പ്രശ്നം രൂക്ഷമാണ്. നിരവധി തവണ പ്രദേശവാസികൾ പരാതി അറിയിച്ചിട്ടും അധികൃതർ അനങ്ങാപ്പാറ നയം തുടരുന്നു. 3-ാം വാർഡിൽ ഉൾപ്പെടുന്ന തൂമ്പിൽ കോളനി ഭാഗത്താണ് കുടിവെള്ള പ്രശ്നം ഏറ്റവും രൂക്ഷം. കൂലിപ്പണിക്കാരായ 24ഓളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഇവർക്ക് വെള്ളം കിട്ടാതെയായിട്ട് ഇന്നേക്ക് 142 ദിവസമായി. ആരും ഇങ്ങോട്ട് തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് പഞ്ചായത്ത് മെമ്പർ TH നൌഷാദും പ്രദേശവാസികളും കോതമംഗലം വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം സംഘടിപ്പിച്ചത്. 5 മാസം മുൻപ് ജലജീവൻ മിഷന്റെ ഭാഗമായി റോഡിലെ 3 ഇഞ്ച് പൈപ്പ് ലൈൻ മാറ്റിയിരുന്നു. അന്നു മുതൽ ഈ പ്രദേശത്ത് കുടിവെള്ളം കിട്ടാതായി എന്നാണ് ജനങ്ങൾ പറയുന്നത്. 3 മാസമായി ആ വാർഡിൽ വെള്ളം വന്നിട്ട്. ഇത്രയും നാളായിട്ട് ഇവരുടെ ഓഫീസിൽ വന്ന് ഓരോരുത്തരെയും കണ്ടു പറഞ്ഞു, ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പോഴും ഇത് തന്നെ അവസ്ഥ. ഇലക്ഷൻ വന്നു, ഇലക്ഷൻ്റെ നോട്ടീസ് കൊണ്ട് അല്ലാതെ ഇവർ ഒരു കാര്യം നടത്തി തന്നില്ല. ഇതിലെന്തെങ്കിലും ഒരു തീരുമാനമാവുമെന്ന് നോക്കട്ടെ, അത്രയേ ഉള്ളൂ. പരാതി ഇവിടെ വന്ന് നേരിട്ട് വന്ന് പറഞ്ഞാൽ ഏയിനെ വിളിച്ചാൽ അവർ നമ്പർ എടുക്കാൻ ഫോൺ നോക്കുപോലുമില്ല. നമ്മൾ വിളിച്ചു ഫോൺ വെറുതെ അവിടെ കിടന്നടിക്കുള്ളൂ. ഞങ്ങൾ വന്ന് ഇവിടെ നേരെ വന്ന് പറഞ്ഞാൽ എന്നിട്ടും അതിന് തീരുമാനമായിട്ട്. ബില്ല് കറക്റ്റാണ്, ബില്ലുണ്ട്. അവർ പിറ്റേ ദിവസം ശരിയാക്കാമെന്ന് പറഞ്ഞേ, പിന്നെ അങ്ങോട്ടും ഇല്ല. ബന്ധപ്പെട്ട അധികാരികൾ 1 മാസത്തിന് ശേഷം വന്നൊന്ന് നോക്കിപ്പോയതല്ലാതെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. നിലവിലുള്ള പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിച്ചാൽ മാത്രമേ ശാശ്വതമായൊരു പരിഹാരം കാണാനാകൂ. അതുവരെ സമരം തുടരാനാണ് ജനങ്ങളുടെ തീരുമാനമെന്ന് വാർഡ് അംഗം TH നൌഷാദ് മീഡിയ 60യോട് പറഞ്ഞു. ഞാൻ ഇന്നിവിടെ ഈ സമരമായിട്ട് വരാനുള്ള കാരണം, അതായത് വാർഡിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോൾ ഈ NHൻ്റെ പ്രവൃത്തി തുടങ്ങിയതുകൊണ്ടും അതുപോലെ ജലജീവൻ മിഷൻ്റെ പ്രവൃത്തി തുടങ്ങിയതുകൊണ്ടും പൈപ്പുകളെല്ലാം കുത്തിപ്പൊളിച്ചിട്ട് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഒരു ജനത്തിനും വെള്ളം കിട്ടാത്തൊരവസ്ഥയാണ്. എന്നാൽ അവിടെ തൂമ്പിൽ കോളനി എന്നും പറഞ്ഞ് 24ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു കോളനി അവിടെയുണ്ട്. അവിടെ ഈ ജലജീവൻ മിഷൻ്റെ പണിയായിട്ട് ഓപ്ര കവളങ്ങാട് വഴിയുടെ പ്രവൃത്തി നടന്നു കഴിഞ്ഞപ്പോൾ അത് പൂർത്തീകരിച്ചുകൊണ്ട് പിന്നെ ആ സമയം മുതൽ ആ പ്രദേശത്തേക്ക് വെള്ളം കിട്ടാതായി. അത് ഇവിടുത്തെ എയും AXC ആയിട്ട് ബന്ധപ്പെട്ട് വിളിച്ചു പറഞ്ഞ് ഒരിക്കൽ അവർ വന്ന പൈപ്പൊക്കെ GAI പൈപ്പാണ് അവിടെ ഇട്ടിരിക്കുന്നത്. ഒരിക്കൽ വന്ന് അത് വെട്ടിപ്പൊളിച്ചൊക്കെ നോക്കി കഴിഞ്ഞിട്ട് അവിടെ വെള്ളം കിട്ടാത്തൊരു സ്ഥിതി വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാരണവശാലും അവർക്ക് ആ 22 കുടുംബങ്ങൾക്ക് ഇന്ന് 142 ദിവസമായി ഒരു തുള്ളി വെള്ളം അവിടെ കിട്ടിയിട്ട് അവർ വളരെ ബുദ്ധിമുട്ടിലാണ്. തീരെ സാധാരണക്കാരും കൂലിപ്പണിക്കാരും അന്നന്ന് ജോലിക്ക് പോയാൽ മാത്രമാണ് ആ വീട്ടിലെ അടുപ്പ് പുകയുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് വണ്ടിവെള്ളം പഞ്ചായത്തിൽ നിന്ന് വണ്ടിവെള്ളം അടിക്കുന്നുണ്ട്. എന്നാൽ ആ വണ്ടിവെള്ളം കയറി ചെല്ലാത്ത ഒരു ചെറിയ 8 അടി വീതിയുള്ള റോഡ് മാത്രമാണ് അവർക്കുള്ളത്. അത് തന്നെയല്ല, വലിയ ഒരു കയറ്റം നിറഞ്ഞതാണ്. അപ്പോൾ അവർ വെള്ളം കിട്ടാത്തതുകൊണ്ട്, ജലമില്ലാത്തതുകൊണ്ട് വളരെ ദുരിതത്തിലാണ്. ഇപ്പോൾ ഇത് ജലജീവൻ എൻ്റെ പ്രവൃത്തി അവിടെ നടക്കുന്നുണ്ട്. അത് വെച്ചിട്ട് അവർക്ക് പുതിയ പൈപ്പ് ഇട്ട് കൊടുക്കാനുള്ള എല്ലാ ഇതും പഞ്ചായത്തിൽ നിന്ന് അതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്ത് കൊടുക്കുകയും അവർക്കത് മാറിയിടാനുള്ള സംവിധാനം എല്ലാം ഉണ്ട്. എന്നാൽ അവിടെയുള്ള പ്രദേശത്തുള്ളവർ വെള്ളം കുടിക്കേണ്ട എന്നുള്ളൊരു തീരുമാനത്തോടെ അവർ ഉറപ്പിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു അവർക്ക് വെള്ളം കിട്ടാത്ത ഒരു സ്ഥിതിയുണ്ട്. എന്നാൽ പണികൾ ഉടൻ തുടങ്ങാനുള്ള നടപടികൾ ആരംഭിച്ചതായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിഷ അറിയിച്ചുവെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. എക്സിപ്പ് വിളിച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ വാട്ടർ അതോറിറ്റിയിലെ ജലജീവൻ മിഷൻ്റെ കീഴിൽ ഉൾപ്പെടുത്തിയ ആ പൈപ്പ് മാറാനായിട്ടുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ചെറിയ വർക്കുകളൊക്കെ അതിൻ്റെ ഒരു താമസം വന്നതാണ്. അവിടെ ഉണ്ടായിരുന്ന പൈപ്പ് നിലവിൽ ചെറിയ പൈപ്പായിരുന്നു. അത് ബ്ലോക്കായതിൻ്റെ പേരിലാണ് ഇത്രയും ദിവസം ഇങ്ങനെ വെള്ളം ബ്ലോക്കായി നിന്നത്. അപ്പോൾ അത് മാറ്റിയിടാനുള്ള ലെറ്ററൊക്കെ ജയജേമിൽ വിട്ട് ജയജേമിൻ്റെ ഉൾപ്പെടുത്തി നാളെ തൊട്ട് ജയജേമിൻ്റെ പണി അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.